لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹ 81 ആയത്താണ് ഇന്നത്തെ സംസാരത്തിൻ്റെ ആമുഖമായി ഓതിക്കേൾപ്പിച്ചത്. നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്നുള്ള നിലക്ക് അനിവാര്യമായും കണിശമായും ജീവിതത്തിൽ പാലിക്കേണ്ട ഭക്ഷണ മര്യാദകളുടെ, ഇസ്ലാമികമായ ഭക്ഷണ നിയമങ്ങളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ആയത്താണ്. കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് അഥവാ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്ഗൗ ഫീഹി, അതിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്. അതിക്രമം എന്ന വാക്കാണ് ഖുർആൻ ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെ ചെയ്താൽ ഫയഹില്ല അലൈക്കും ഗളബി, അപ്പോൾ എൻ്റെ കോപം നിങ്ങളുടെ മേൽ ഇറങ്ങും. വമൻ യഹ്ലിൽ അലൈഹി ഗളബി ഫഖദ് ഹവ, ഏതൊരാളുടെ മേൽ എൻ്റെ കോപം ഇറങ്ങിയോ തീർച്ചയായും അവൻ നശിച്ചു, അവൻ വീണു. വലിയ പ്രത്യാഘാതത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് ഫഖദ് ഹവ എന്നത്. അവൻ വീണു, അവൻ നശിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, നമസ്കാരത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ കോപം ഇറങ്ങും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. വൈലുലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാ സലക്കക്കും ഫീ സഖർ, എന്താണ് നിങ്ങൾ സഖർ എന്ന നരകത്തിൽ പ്രവേശിച്ചത്? ഖാലു ലം നകു മിനൽ മുസല്ലീൻ, അവർ പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല എന്ന്. അവൻ നമസ്കരിക്കാതിരുന്നാൽ പരലോകത്ത് നരകം ലഭിക്കും. സഖർ എന്ന് പറയുന്ന നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമസ്കരിക്കേണ്ടതുപോലെയുള്ള നമസ്കാരമല്ലെങ്കിലും ആ നമസ്കാരം ദോഷം ചെയ്യും, നാശമുണ്ടാക്കും. അതും പരലോകവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ പരലോകത്ത് ഇസ്ലാമിൻ്റെ നിയമങ്ങളും ചിട്ടകളും അനുഷ്ഠാനങ്ങളും ഇബാദത്തുകളും ഒക്കെ പാലിച്ചിട്ടില്ല എങ്കിൽ ശിക്ഷയുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഖുർആൻ അടിക്കടി പറയുന്നുണ്ട്. എന്നാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിയമനിർദ്ദേശങ്ങൾ ഒരു വിശ്വാസി സമൂഹം ഈ ലോക ജീവിതകാലത്ത് പാലിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഗുരുതരമായി ഈ കാലഘട്ടത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണ ധൂർത്തിൻ്റെ കാര്യത്തിൽ, അമിത ഭക്ഷണം ഉപയോഗിക്കുന്ന കാര്യത്തിൽ, ഭക്ഷണത്തോടുള്ള ബഹുമാനമില്ലായ്മയുടെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വളരെ ലാഘവത്തോടുകൂടി മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം നോക്കിക്കാണുന്ന ഈ കാലഘട്ടത്തിൽ സൂറത്ത് ത്വാഹയിലെ 81 ആയത്ത് എത്രമാത്രം പ്രസക്തമാണ്, നാം ഉരുവിട്ട് ഓർത്ത് പഠിക്കേണ്ടതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത്.
വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വല്ലഹും. സൂറത്ത് മുഹമ്മദിലെ 12-ാമത്തെ ആയത്താണ്. സത്യനിഷേധികളായ ആളുകൾ എന്താ ചെയ്യുന്നത്? അവർ സുഖിക്കുക എന്നുള്ളതാണ് അവരുടെ ഏക അജണ്ട, തിന്നുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. കമാ തഅകുലുൽ അൻആം, കന്നുകാലികൾ തിന്നുന്നത് പോലെ. കാലികൾക്കും അത്രയല്ലേ അജണ്ടകളുള്ളൂ, കന്നുകാലികൾക്കും അത്രയല്ലേ അജണ്ടകളുള്ളൂ. അപ്പൊ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ജീവിക്കരുത് എന്നാണ് പറയുന്നത്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തിന്നുക, സുഖിക്കുക, അത് മാത്രമാവരുത് അജണ്ട. അങ്ങനെ ജീവിച്ചാൽ എന്താണ്? കന്നുകാലികൾക്കല്ല, ഇങ്ങനെ ജീവിക്കുന്ന കന്നുകാലികളെ പോലെ ജീവിക്കുന്ന മനുഷ്യർക്ക് വന്നാറു മസ്വല്ലഹും, നരകമാണ് അവരുടെ അഭയകേന്ദ്രം. കുലു വശ്റബു വലാ തുസ്രിഫു, നമ്മൾ സാധാരണ കേൾക്കുന്ന ആയത്താണ്. നിങ്ങൾ തിന്നുക, കുടിക്കുക, അമിതമാവരുത്, ദൂർത്തടിക്കരുത്. സൂറത്ത് ആറാഫിലെ 31-ാമത്തെ ആയത്ത്. യാ യുഹന്നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. സൂറത്തുൽ ബഖറയിലെ 168-ാമത്തെ ആയത്ത്. മനുഷ്യരെ, എല്ലാ മനുഷ്യരോടാണ് പറയുന്നത്. എല്ലാവർക്കും ഇത് ബാധകമാണ്. വിശ്വാസികൾക്ക് എന്തായാലും ബാധകമാണ്. ഭൂമിയിലുള്ളത് നല്ലത് നിങ്ങൾ തിന്നുക. ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം. മറ്റുള്ളവരുടെ കവർന്നെടുക്കുമ്പോൾ അത് ഹലാലല്ല. ചൂഷണത്തിലൂടെ ലഭിക്കുന്നത് ഹലാലല്ല. പലിശയിലൂടെ ലഭിക്കുന്നത് ഹലാലല്ല. മോഷ്ടിച്ചെടുത്തത് ഹലാലല്ല. അപ്പൊ ഹലാലായിരിക്കണം, അനുവദനീയമായിരിക്കണം, നല്ലതായിരിക്കണം. ചില ഭക്ഷണങ്ങൾ ചിലതിനോട് ചേരില്ല, അപ്പൊ അത് ത്വയ്യിബല്ല. അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ അത് ത്വയ്യിബല്ല. ഇങ്ങനെ ഹലാലും ത്വയ്യിബുമായിരിക്കണം എന്നുള്ളതാണ്. ഭക്ഷണം കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 8 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുവരുത്തണം. ഭക്ഷണം നല്ലതാണെന്ന് ഉറപ്പുവരുത്തണം. ഭക്ഷണം അമിതവും അഹിതവുമാകാതിരിക്കണം. പലിശ പണത്തിൽ നിന്നുള്ള ഭക്ഷണമല്ല താൻ കഴിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അനാഥ സ്വത്തിൽ നിന്നുള്ള ഭക്ഷണം ഉപയോഗിക്കാൻ പാടില്ല. ജനങ്ങളെ ചൂഷണം ചെയ്തുണ്ടാക്കിയ പണം പാടില്ല. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടത്, ശ്വാസം മുട്ടി ചത്തത്, അടിച്ചു കൊന്നത്, വീണയത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു കൊന്നത്, പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലി നൽകപ്പെട്ടത്, അമ്പുകൾ ഉപയോഗിച്ച് ഭാഗ്യം നോക്കൽ, ലഹരി വസ്തുക്കൾ എന്നിവ വർജിക്കണം. ഇതൊക്കെ സൂറത്തുൽ മാഇദയിലെ 3, 4, 5 ആയത്തുകൾ കാണാൻ സാധിക്കും. ഭക്ഷണത്തെ നിന്ദിക്കരുത്, അള്ളാഹുവിന് നന്ദി കാണിക്കണം. തആമുൽ വാഹിദി യക്ഫീലി ഇസ്നൈൻ വതആമുൽ ഇസ്നൈൻ യക്ഫീലി അർബഅ വതആമുൽ അർബഅ യക്ഫീലി സമാനിയ. ഒരാളുടെ ഭക്ഷണം 2 ആൾക്ക് മതി, 2 ആളുടെ ഭക്ഷണം 4 ആൾക്ക് മതിയാകും, 4 ആളുടെ ഭക്ഷണം 8 ആൾക്ക് മതിയാകും. അൽ കാഫിറു യഅകുലു സബഅതി അംആ, സത്യനിഷേധി 7 ആമാശയത്തിനുള്ളത് തിന്നുന്നു. വൽ മുഅ്മിനു യഅകുലു ലിമിഅൻ വാഹിദ്, സത്യവിശ്വാസി 1 ആമാശയത്തിനുള്ളത് തിന്നുന്നു. ഇതൊക്കെയും ഭക്ഷണ മേഖലയിൽ വന്നിട്ടുള്ള കണിശമായ ഇസ്ലാമിന്റെ പെരുമാറ്റച്ചട്ടങ്ങളും നിയമാവലികളും രീതിശാസ്ത്രവും ഒക്കെയാണ്. ഈ പെരുമാറ്റച്ചട്ടവും നിയമാവലികളും രീതിശാസ്ത്രവും ഈ റമളാനിലെങ്കിലും തിരിച്ചറിഞ്ഞ് പഠിച്ചറിഞ്ഞ് ജീവിതത്തിൽ സ്വാംശീകരിച്ച് പുതിയ ഒരു ഭക്ഷണക്രമത്തിലേക്ക്, നമ്മൾ ശീലിച്ചതല്ലാത്ത, ലാഘവത്തോടുകൂടി കാണുന്നതല്ലാത്ത, നിയമം ഞാൻ ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അള്ളാഹുവിന്റെ കോപത്തിന് ഞാൻ വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത പോലും മറന്നുകൊണ്ട് അലസമായ രൂപത്തിലുള്ള ഭക്ഷണ രീതിക്ക് വിരാമം കുറിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.